Blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസത്തിൽ മിക്കവാറും സ്ഥലങ്ങളിൽ പരീക്ഷ നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ആദ്യമേ തന്നെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ ഞാൻ ആദ്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. ആ സമയം മുതൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന ആരംഭിക്കാം. ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാത്യു ആൻഡ് ഷാരൺ ഫ്രം കുന്നൂർ. മാത്യുവിൻ്റെ ബർത്ത്ഡേ 23 മാർച്ചിനാണ്. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് മാത്യു. പ്രാർത്ഥന വിഷയങ്ങൾ 2 പെൺമക്കളുടെയും, ടാനിയ, മനീക്ക, 2 പേർക്കും അവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി, അതുപോലെ ടാനിയയ്ക്ക് 10th ബോർഡ് എക്സാമിൽ വളരെ നല്ല ഒരു റിസൾട്ട് ലഭിക്കാൻ, അവരുടെ ക്യാമ്പ്സ് അറ്റ് ഗ്രീൻ പാസ്റ്റേഴ്സ് അതിനു വേണ്ടിയുള്ള വിസ്ഡം, നോളജ്, എങ്ങനെയാണ് അത് റൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, റൺ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അടുത്ത ഒരു സ്പോൺസർ ട്രിപ്പിൻ ടി പോൾസൺ ആൻഡ് ട്രിജിൻ ടി പോൾസൺ. അവർക്ക് 2 പേർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ട്രിപ്പിൻ്റെ വിദ്യാഭ്യാസം എൻജിനീയറിംഗ് ഏറ്റവും ഭംഗിയായി ചെയ്യാനും പൂർത്തിയാക്കാനും, ട്രിജിൻ്റെ എഡ്യൂക്കേഷൻ 6th സ്റ്റാൻഡേർഡ് ഏറ്റവും നന്നായി ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ഒരു സ്പോൺസർ ഗോപിക ഫ്രം അടൂർ. ഗോപികയ്ക്കും സഹോദരി രാധികയ്ക്കും ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പ്രോപ്പർട്ടിയും ഒരു വീടും ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു സ്പോൺസറാണ് ജയ്ഷൻ ടി ഐ ആൻഡ് ഫാമിലി ഫ്രം ഡൽഹി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഒരു നല്ല വീട് എത്രയും വേഗം ലഭിക്കാനും, അതുപോലെ അവരുടെ മക്കൾ ആൽബിൻ ആൻഡ് ഏഞ്ചൽ അവരുടെ വിദ്യാഭ്യാസത്തിനും നല്ല ഒരു ഭാവിക്ക് വേണ്ടി, കൂടാതെ മലപ്പുറത്തു നിന്നുള്ള വെൽവിഷർ വിവാഹം എത്രയും വേഗം നടക്കാൻ വേണ്ടി, അതുപോലെ ഈ സഹോദരിയുടെ ഫ്രണ്ട് അബ്ദുൽ ഗഫൂറിൻ്റെ ഹീലിംഗ് ഫ്രം ബ്ലഡ് ക്ലോട്ടിംഗ് ഇൻ ബ്രെയിൻ നെർവ്സ്, തലച്ചോറിലെ ആ നെർവിലുള്ള ബ്ലഡ് ക്ലോട്ടിംഗ് മാറിപ്പോകാൻ വേണ്ടി, ഇത്രയും വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ വിഷയങ്ങൾക്ക് വേണ്ടിയും, അത് കൂടാതെ അവർ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയും ഈ സമയത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ഓരോരുത്തർക്കും കർത്താവെ വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിദ്യാഭ്യാസ നന്മകൾ, സാമ്പത്തിക വിടുതലുകൾ, വിവാഹം നടക്കേണ്ടത്, അങ്ങനെ ഓരോ ആവശ്യത്തിലും കർത്താവിൻ്റെ വലിയ മിറക്കിൾ ലോകം എമ്പാടുമുള്ള ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി ഇതെല്ലാം നടക്കട്ടെ. എത്രയും വേഗം ഈ പ്രാർത്ഥന വിഷയങ്ങൾ പ്രൈസ് റിപ്പോർട്ടുകളായി മാറട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം ഇതിൻ്റെ മേൽ വെച്ചതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. താങ്ക് യു ഫാദർ ഫോർ ഹിയറിങ് അവർ പ്രേയേഴ്സ് ആൻഡ് ആൻസറിങ് അവർ പ്രേയേഴ്സ് ഫാദർ. ഓരോ വ്യക്തികൾക്കും വേണ്ടി അങ്ങ് പ്രവർത്തിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കട്ടപ്പന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 6 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കട്ടപ്പന. അടിമാലി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 7 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് പേന കൊണ്ടാണോ എഴുതുന്നത് ആ പെൻ, അതുപോലെ ഇന്നത്തെ ഏത് വിഷയമാണോ അതിൻ്റെ പുസ്തകങ്ങളെല്ലാം കയ്യിലെടുത്ത് പിടിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവർക്ക് നല്ല ഓർമ്മയിൽ സകലവും റീകളക്ട് ചെയ്യുവാൻ,
വളരെ നല്ല കൈയക്ഷരത്തിൽ സമയത്തെല്ലാം എഴുതി പൂർത്തിയാക്കി നല്ല ഒരു ജയം ലഭിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും കർത്താവെ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. നല്ല ഒരു റിസൾട്ട് അവർക്ക് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മകൻ്റെ പേര് അമൽ ജോസഫ്. ഈ കഴിഞ്ഞ SSLC എക്സാമിനേഷൻ്റെ റിസൾട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. മാർച്ചിൽ ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് അച്ഛൻ സമ്മാനിച്ച പുസ്തകമായിരുന്നു മൈ പ്രെയർ ഡയറി. ആ പുസ്തകത്തിൻ്റെ അവസാന താളുകളിൽ നമുക്ക് വേണ്ടുന്ന പ്രാർത്ഥന വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിക്കാനായിട്ടൊരു പേജ് ഉണ്ടായിരുന്നു. ഈ മകൻ ആ സമയത്ത് SSLC എക്സാമിനേഷൻ എഴുതാൻ പോകുന്നതിന് മുൻപ് ഈ മകൻ വിശ്വാസത്താൽ എഴുതി, എൻ്റെ എല്ലാ സബ്ജക്ട്സിനും എനിക്ക് A+ കിട്ടിയിട്ടുണ്ടെന്ന് യേശു എനിക്ക് തന്നെന്നും പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് എഴുതി. ഇതിലാണ് എഴുതി വെച്ചത്. ഈ പ്രാർത്ഥിക്കുന്ന സ്ഥലത്താണോ? അല്ല, കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ പ്രൈസ് റിപ്പോർട്ടിന്റെ ഭാഗത്ത് എഴുതി വെച്ചു. നിങ്ങൾക്ക് കാണാമോ? പ്രൈസ് റിപ്പോർട്ടിന്റെ ഭാഗത്താണ് ആദ്യം എഴുതി വെച്ചത്, പ്രാർത്ഥിക്കുന്ന സ്ഥലത്തല്ല. കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ച് ഗോട്ട് A+ അല്ലേ, SSLC ഫൈനൽ എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചു. എന്നിട്ട് എല്ലാ ദിവസവും ഈ എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ്, പഠിക്കുന്നതിന് മുമ്പ് ഒക്കെ ഈ പ്രെയർ ഡയറി എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞ് ആ യൂത്ത് ഇവരുടെ കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഇടയിൽ ജോഷി പാസ്റ്ററിൻ്റെ മെസ്സേജ് കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞ് കേൾക്കുന്ന റിസൾട്ട് ഇതായിരുന്നു: മോനെ, നിനക്ക് എല്ലാ വിഷയത്തിനും യേശു A+ തന്നിട്ടുണ്ടെന്ന്. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ കൈയടിച്ചാൽ പോരാ, നന്നായിട്ടൊന്ന് കൈയടിച്ചു. ഈ കൈയടി യേശുവിനല്ല, അമലിനാണ്, അവൻ്റെ വിശ്വാസത്തിനും. ഗ്രേറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ എഴുതിയൊരു പുസ്തകം കണ്ടത്. നിങ്ങളൊക്കെ എഴുതി വെച്ച് കാണും, പക്ഷേ പ്രെയർ പോയിൻറ്റ്സിൻ്റെ അടുത്തല്ല, പ്രൈസ് റിപ്പോർട്ട്സിൻ്റെ പേജിൽ വിശ്വാസത്താൽ അവൻ റിസൾട്ട് എഴുതി വെച്ചു. കർത്താവ് അത് കൊടുക്കുകയും ചെയ്തു. The title of the message is Toughened for Heavier Duty. ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ എടുക്കുവാനുള്ള കഠിനമായ ചില പരിശീലനങ്ങൾ. If you go to the road, there are two kinds of vehicles running: light motor vehicles and heavy motor vehicles. നാം റോഡിലൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള വാഹനങ്ങൾ നമുക്ക് സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസും അതുപോലെ ഹെവി മോട്ടോർ വെഹിക്കിൾസും. Cars and such category fall into the first one, light motor vehicles. കാർ തുടങ്ങിയുള്ള ചെറിയ വാഹനങ്ങളെല്ലാം തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിൽ പെടുന്നതാണ്. But heavy motor vehicles are trucks, 16 wheelers and 20+ wheelers. എന്നാൽ ഹെവി മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയുന്നത് വലിയ ലോറി തുടങ്ങിയുള്ള കൂടുതൽ വീലുകളുള്ള 16 അതിൽ കൂടുതലൊക്കെ വലിയ നീണ്ട ട്രെയിലറുകൾ പോലെ നിൽക്കുന്നതൊക്കെയാണ്. I believe some of us are called to carry heavy loads in life. ഞാൻ വിശ്വസിക്കുന്നു നമ്മളിൽ ചില ആളുകളൊക്കെ ഭാരിച്ച ചില കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. Some may be having only light loads. ചില ആളുകളാണെങ്കിൽ കുറച്ച് ഭാരം എടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ. But how do you know that you are called to be a heavy carrier? എന്നാൽ കൂടുതൽ ഭാരം എടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഞാനെന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഹലോ. How do you know? എങ്ങനെ അറിയാൻ What സാധിക്കും? is a sign? എന്താണ് അതിനുള്ള അടയാളം? I will give you the sign. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള അടയാളം പറഞ്ഞു തരാം. You will be going through very tough situations in life. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കഠിനമായ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. When you compare your life with your neighbor's life or cousin's life or your friend's life, you may think that, why Lord, why am I suffering all these things? നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു കസിനോടോ താരതമ്യപ്പെടുത്തി ചിന്തിക്കുമ്പോൾ, ദൈവമേ, എനിക്ക് എന്തുകൊണ്ട് ഇത്രയധികം ഭാരങ്ങൾ എൻ്റെ കുടുംബത്തിൽ എനിക്ക് വന്നു ചേർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ അടയാളം. Hello. So never take it as from the devil or
never think that God is against you. എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഇത് സാത്താൻ കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ സാത്താൻ്റെ തന്ത്രമാണ്, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലാണ് ഞാൻ എന്ന് മാത്രം ഒരു വിശ്വാസി ചിന്തിച്ച് കളയരുത്. When adverse situations come, sometimes people cast out the devil, they rebuke the devil, they cut the air, they do everything, but nothing happens. ചില ഇത്തരം വൈഷമ്യമേറിയ അവസ്ഥകളിലൂടെ പോകുന്ന സമയത്ത് ചില വ്യക്തികൾ, വിശ്വാസികൾ പിശാചിനെ ശാസിക്കുകയും ഭത്സിക്കുകയും പുറത്താക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യും, പക്ഷെ ഒന്നും നടക്കാറില്ല. Why? എന്തുകൊണ്ട്? Because it is ordered by God so that you will be trained for tougher duties, for heavier responsibilities in your life. എന്തുകൊണ്ടാണ് ഇത്രയും ശാസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ മാറാത്തതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ എടുക്കേണ്ട വ്യക്തിയായതുകൊണ്ടാണ് ഇത്തരം കഠിനമായ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. ദൈവം അത് നിങ്ങളെ പരിശീലിപ്പിക്കുവാൻ വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. If God should use you, ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ He will allow you to go through some very difficult situations. ഇത്തരം ചില ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങളിലൂടെ പോകുവാൻ അവൻ നിങ്ങളെ അനുവദിച്ചിരിക്കും. Joseph had such experiences. യോസഫിന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. Jesus had such experiences. യേശുവിന് ഇത്തരം അനുഭവം ഉണ്ടായിരുന്നു. Moses had such മോശയ്ക്ക് ഇത്തരം experiences. അനുഭവം ഉണ്ടായിരുന്നു. David had such ദാവീദിന് experiences. ഇത്തരം അനുഭവം ഉണ്ടായിരുന്നു. Jeremiah had such experiences. ഇരമ്യാവിന് അത്തരം അനുഭവം ഉണ്ടായിരുന്നു. Brother Damien also had such ബ്രദർ experiences. ഡാമിയനും ഇത്തരം You അനുഭവം. may also have such നിങ്ങൾക്കും experiences. ഇത്തരം അനുഭവങ്ങളുണ്ട്. Never be shocked. Why, God? I am saved. I am born again. Then why, Lord? What is happening? അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവമേ ഇതെന്തുകൊണ്ട്, ഞാൻ വിശ്വാസിയല്ലേ, ഞാൻ ബോൺ അഗൈൻ വീണ്ടും ജനിച്ച വ്യക്തിയല്ലേ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്ന വ്യക്തിയല്ലേ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് കരുതി നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. Peter writes it very clearly. പത്രോസ് ഇത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. When tough situations come, never be astonished, never be surprised. It is common. പത്രോസ് പറയുകയാണ്, പരീക്ഷ ഇത്തരം അഗ്നിശോധനയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് കരുതി ആരും ഭയപ്പെടേണ്ട. It's common. അത് സാധാരണമാണ്. The pioneer of faith, Jesus himself, even though he was the Son of God, he had to go through the Garden of Gethsemane and the cross. ഓർക്കുക, വിശ്വാസത്തിൻ്റെ നായകനായിട്ടുള്ള വ്യക്തി, അവൻ ദൈവപുത്രനായിരുന്നിട്ട് പോലും വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ അവൻ ഗെത്സമനയിലും, എന്തിനു പറയണം, കാൽവരി ക്രൂശിൽ വരെയും അവൻ ആ വൈഷമ്യമേറിയ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. According to God's principle, God's rule, without cross there is no crown. ദൈവത്തിൻ്റെ തത്വമനുസരിച്ച്, ദൈവിക നിയമമനുസരിച്ച് കുരിശില്ലാതെ ഒരു കിരീടമില്ല. In some families, ചില കുടുംബങ്ങളിൽ the father dies at a very early age, പിതാക്കന്മാർ ചിലപ്പോൾ വളരെ നേരത്തെ മരിച്ചു പോകാറുണ്ട്. and the wife becomes a widow. ആ ഭാര്യമാർ അവിടെ വിധവയാകുന്നു. And according to Indian culture, the wife has to die along with the husband in the fire of that when he is cremated. In the fire, she has to jump and she has to do what you call sati. ഇന്ത്യയിൽ ഒരു സംസ്കാരമുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഭർത്താവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചിതയിലേക്ക് ജീവനോടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിധവയായിട്ടുള്ള ഭാര്യ ചാടി അദ്ദേഹത്തോടൊപ്പം മരിക്കണമായിരുന്നു. അതിനെയാണ് സതി എന്ന് വിളിച്ചിരുന്നത്. Raja Ram Mohan Roy and many others stood up and fought against it, and it was almost eradicated from India. അങ്ങനെ രാജാറാം മോഹൻ റായ്, നമുക്കറിയാം, നമ്മുടെ ചരിത്ര പുരുഷന്മാർ ഇവരെല്ലാവരും എഴുന്നേറ്റ് ഈ അനീതിക്കെതിരെ, ഈ വലിയ മഹാവിപത്തിനെതിരെ ശബ്ദമുയർത്തുകയും അതിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ But in സാധിക്കും. India there was young widow called Ramabai. എന്നാൽ ഇന്ത്യയിൽ ഒരു ചെറുപ്പക്കാരിയായ ഒരു വിധവയുണ്ടായിരുന്നു. അവളുടെ പേര് രമാഭായ് എന്നായിരുന്നു. We call her Pandit Ramabai today. നമ്മൾ ഇന്ന് അവളെ പണ്ഡിറ്റ് രമാഭായ് എന്നാണ് വിളിക്കുന്നത്. But she handled that situation in a different way. എന്നാൽ അവൾ ആ അനുഭവങ്ങളെ, അവളുടെ കഠിനമായ അനുഭവങ്ങളെ അവൾ വ്യത്യസ്തമായിട്ടാണ് കൈകാര്യം ചെയ്തത്. In her marriage, a girl called Manorama was born. അവളുടെ വിവാഹ ജീവിതത്തിൽ അവൾക്ക് മനോരമ എന്ന പേരിൽ ഒരു പെൺകുട്ടി ജനിച്ചിരുന്നു. And when
her husband died, both of them were thrown into the streets. അവളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരെയും തെരുവിലേക്ക് അവർ വലിച്ചെറിയപ്പെട്ടു. But she gave her heart to the Lord. എന്നാൽ അവളുടെ ജീവിതം, അവളുടെ ഹൃദയം അവൾ യേശുവിന് വേണ്ടി കൊടുത്തു. She was not crying always, my husband is no more, how will I live? No, she turned to the Lord. അവൾ ഒരിക്കലും എൻ്റെ ഭർത്താവ് മരിച്ചു പോയല്ലോ, ഇനി എങ്ങനെ ഞാൻ ജീവിക്കും എന്നൊന്നും ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നില്ല. പകരം അവൾ ഈ ദൈവത്തിലേക്ക് തിരികെയാണ് She started reading the Bible. അവൾ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. He trusted in God. അവൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. And she started an orphanage എന്നിട്ട് അവൾ ഒരു ഓർഫനേജ്, ഒരു അനാഥാലയം തുടങ്ങി for girls. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. And one time they were having a series of studies on the Gospel of John, chapter number 8. അവർ ആ സമയത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു പരമ്പര തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യോഹന്നാൻ 8-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And they had a practice in the orphanage. ആ ഓർഫനേജിൽ ഇങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു. They used to write down the names of people to be saved in papers or notebooks. അവർ പേപ്പറുകളിലും നോട്ട്ബുക്കുകളിലും രക്ഷിക്കപ്പെടേണ്ട വ്യക്തികളുടെ പേരുകൾ എഴുതി വെക്കുന്ന ഒരു ശീലം അവർക്കുണ്ടായിരുന്നു. And they wrote thousands of names like that. അങ്ങനെ ആയിരക്കണക്കിന് പേരുകൾ അവരൊരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുമായിരുന്നു. And these orphan girls were praying for each name every day. ഓരോ പേരുകൾക്ക് വേണ്ടിയിട്ടും ഈ അനാഥാലയത്തിലെ പെൺകുട്ടികൾ, അവിടെയുള്ള ആളുകൾ ചേർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. God save Suresh. സുരേഷിനെ ദൈവമേ രക്ഷിക്കണമേ. Lord save Karthik. കാർത്തിക്കിനെ രക്ഷിക്കണമേ. Lord save Joseph. ജോസഫിനെ രക്ഷിക്കണമേ. Lord save Mercy. മസീനെ Lord രക്ഷിക്കണമേ. save Leta. ലതയെ Like രക്ഷിക്കണമേ. that they started praying for each and every name. ഓരോ പേരുകൾ പറഞ്ഞ് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ And this പെൺകുട്ടികൾ went on പ്രാർത്ഥിക്കും. for many months. ഒത്തിരി മാസങ്ങളിലേക്ക് ഈ പ്രാർത്ഥന നീണ്ടു. Do you know what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? One day in that orphanage a revival broke out. ആ ഓർഫനേജിൽ നിന്ന് ഒരു ദിവസം ഒരു വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. Hallelujah. ഹല്ലേലൂയ. The great move of the Holy Spirit came into that orphanage. ആ ഓർഫനേജിനകത്തേക്ക് ദൈവത്തിന്റെ ഒരു വലിയ മുന്നേറ്റം തന്നെ അവിടെ ഉണ്ടായി. That revival spread everywhere in India. ആ ഇന്ത്യയിലേക്കുള്ള വിവിധ ഭാഗങ്ങളിലേക്ക് ആ കൊച്ചു അനാഥാലയത്തിലെ ഉണർവ് പടർന്നു പിടിക്കാൻ And it തുടങ്ങി. spread to Sri Lanka അത് ശ്രീലങ്കയിലേക്ക് കടക്കുവാൻ and തുടങ്ങി. many parts of the world. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക്, ഭാഗങ്ങളിലേക്ക് ഒരു അനാഥാലയത്തിൽ ഉണർവ് നീങ്ങി. God used one widow and a few orphan girls to bring revival in India. Not a big reverend, not a big pastor, not a big missionary, but just a widow and a few girls. ഓർക്കുക, ഒരു വലിയ റെവറൻറ്റിനെ കൊണ്ടോ, ഒരു വലിയ പാസ്റ്ററെ കൊണ്ടോ, ഒരു വലിയ മിഷണറിയെ കൊണ്ടോ അല്ല നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ക്രിസ്ത്യൻ ഉണർവുണ്ടാക്കിയത്. മറിച്ച് ഒരു വിധവയും കുറച്ച് പെൺകുട്ടികൾ, അനാഥ പെൺകുട്ടികളും ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെയാണ് ഉണർവുണ്ടായത്. Hallelujah. ഹല്ലേലൂയ. But for that Pandit Ramabai had to go through tough situations. എന്നാൽ ആ ഉണർവിന്റെ പിന്നിൽ പണ്ഡിറ്റ് രമാഭായ് കഠിനമായ ഒത്തിരി യാത്രകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. I am prophesying over your life. ഞാൻ നിങ്ങളുടെ ജീവിതത്തെ നോക്കിയാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. If you are going through difficult situations in your life today, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വൈഷമ്യമേറിയ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ God has a purpose behind it. അതിന്റെ പിറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. One day all these difficult situations will turn around. ഒരു ദിവസം ഇന്നത്തെ മുഴുവൻ പ്രശ്ന സങ്കീർണമായ അവസ്ഥകൾ മുഴുവൻ തിരിഞ്ഞു ഉരുളുവാനായി തുടങ്ങും. And it can bring in a great revival in you and people around you. എന്നു മാത്രമല്ല, ഈ പരിശീലനങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ചുറ്റുപാടിലേക്ക് ഒരു വലിയ ഉണർവിനെ കൊണ്ടുവരുവാനായി പോകുകയാണ്. There was a young man called Joseph. ജോസഫ് എന്ന പേരിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. One night he had a double vision, not double vision, but double dreams. ഒരു രാത്രി അവന് രണ്ട് ദർശനങ്ങൾ ഉണ്ടായി. രണ്ട് സ്വപ്നങ്ങൾ ഉണ്ടായി. And both of them were similar. രണ്ട് സ്വപ്നങ്ങളും ഏതാണ്ട് തുല്യമായിരുന്നു. But after dreaming the dream, ആ സ്വപ്നം കണ്ടതിന് ശേഷമായിട്ടുള്ള സമയത്ത് for the next around 13 years plus,
he had to go through very, very difficult situation. ഓർക്കുക, സ്വപ്നം കണ്ടതിന് ശേഷം ഏതാണ്ട് 13 വർഷത്തിലധികം കാലഘട്ടങ്ങൾ അവൻ കഠിനമായ പ്രശ്ന സങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു പോകുകയായിരുന്നു. Hallelujah. ഹല്ലേലൂയ. But there was the hand of God upon his life. എന്നാൽ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. Hallelujah. Hallelujah. Why? Because he had to become the governor of the entire country. എന്തുകൊണ്ടാണ് 13 വർഷത്തെ പ്രശ്നത്തിലൂടെ അവൻ കടന്നുപോയത്? പിന്നത്തേതിൽ ആ രാജ്യത്തിന്റെ ഗവർണർ പദവിയിൽ എത്തിച്ചേരേണ്ടവനായിരുന്നു ജോസഫ്. Somebody shout a hallelujah. കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? I'm here to tell you one thing. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കാൻ നിൽക്കുകയാണ്. If you are suffering a lot of tough situations today, you have a very, very good, bright future kept for you by the Lord. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആരും അനുഭവിക്കാത്തതുപോലെ കഠിനമായ പ്രശ്നത്തിലൂടെ, പ്രശ്ന സങ്കീർണമായ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് വലിയ വിടുതലാണ് നിനക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ളത്. യേശു കർത്താവ് അറസ്റ്റ് ചെയ്ത ശേഷം അന്ന് രാത്രിയിൽ, ആ ഒരു രാത്രി മുഴുവൻ കയഫാവിൻ്റെ അരമനയുടെ താഴെ ഉണ്ടായിരുന്ന ആ കാരാഗൃഹത്തിൽ കിടന്ന മുറിയാണ് ഈ കാണുന്നത്. ഒരു രാത്രി മുഴുവൻ യേശു കർത്താവിനെ ഈ മുറിയിലാണ് കിടത്തിയത്. കൂരിരുട്ടിൽ നമുക്ക് വേണ്ടി ഏകനായി ആ രാത്രിയിൽ അവൻ കഴിയേണ്ടി വന്നു. ഗെത്സമൻ തോട്ടത്തിൽ രക്തം വിയർപ്പാക്കി അവൻ പ്രാർത്ഥിച്ചു. അതേ ദിവസം തന്നെ രാത്രിയിൽ ശരീരം തളർന്നിരിക്കുമ്പോൾ, മനസ്സ് തളർന്നിരിക്കുമ്പോൾ, ആ രാത്രി മുഴുവൻ കിടന്ന ആ മുറിയാണ്, അല്ലെങ്കിൽ ആ ഡഞ്ചൻ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഡഞ്ചൻ്റെ അകത്ത്, ഭൂഗർഭ കാരാഗൃഹത്തിൻ്റെ അകത്ത് തടവുള്ളികളെ കിടത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം ഭിത്തിയിൽ തന്നെ ഒരു ഹോള് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹോളിലാണ് ചങ്ങലകൾ അതിൻ്റെ അകത്ത് കുരുക്കി മറ്റേ അറ്റം തടവുപുള്ളികളുടെ കൈകളിലും കാലുകളിലും ഇട്ടാണ് തടവിൽ ആക്കുന്നത്. ഇതുപോലെ മുകളിൽ കാണാം, ഈ ഭിത്തിയിൽ കാണാം, ഇതുപോലെ അതിൻ്റെ അകത്തുള്ള ഭിത്തികളിലെല്ലാം കുറേയധികം ഇതുപോലുള്ള ഹോളുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ചാട്ടവാറ് ഉപ്പുവെള്ളത്തിൽ മുക്കി അടിച്ച് ശരീരം മുഴുവൻ വേദനയുമായി പുളയുന്ന തടവുള്ളികളെ ഇവിടെയാണ് കൊണ്ടുപോയി ഇട്ടിരുന്നത്. അതിൽ ഒന്നിലാണ് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ യേശു ഒരു രാത്രിയിൽ കഴിഞ്ഞത്. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കൈകൾ ഈ TV സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ വലിയ സൗഖ്യങ്ങളിപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ. തൈറോയിഡിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതിനോടനുബന്ധിച്ച് ഉള്ള ചില ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ വൻകുടലിൽ ഏതോ മാരകമായ രോഗം പിടിപെട്ടുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. സ്കിൻ ക്യാൻസർ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം ക്യാൻസറിൻ്റെ വിവിധ മുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ ഭയങ്കരമായ ശ്വാസതടസ്സവും ആസ്മയുമുള്ള ചില വ്യക്തികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായി ഡിസ്കുകൾക്കോ വെർട്ടിബ്രയ്ക്കോ പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം. കിഡ്നികളുടെ തകരാറുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം മൂലം ഒത്തിരി വർഷങ്ങളായി പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത്
സൗഖ്യമാക്കുന്നു. പൈൽസ് രോഗം, പ്രത്യേകിച്ച് ഹണി എന്ന് പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. 2 രോഗങ്ങൾ ആ സഹോദരിയിൽ സൗഖ്യമാകുന്നുണ്ട്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. രക്തക്കുഴലുകളിലുള്ള പ്രയാസങ്ങൾ ചില വ്യക്തികളിൽ നിന്ന് കർത്താവ് നീക്കം ചെയ്യുകയാണ്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ഹാർട്ടിൻ്റെ തകരാറുകൾ മാറട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ കർത്താവെ തൊട്ടനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അംഗവൈകല്യമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരമുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ മൂക്കിൻ്റെ അകത്ത് മാംസ വളർച്ചയുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചിരിക്കുമ്പോൾ വിശ്വസിക്കുക, ഇനി രോഗമല്ല, ഒരു വലിയൊരു പ്രയാസമാണ്, ഒരു പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിലും ഇപ്പോൾ തന്നെ വിശ്വാസത്താൽ ആ സൗഖ്യത്തെ സ്വീകരിക്കുക. കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് തൊട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ എക്സാം സീസണിൽ വിന്നേഴ്സ് ഫാക്ടറി ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അതിൻ്റെ ആ എക്സാം ടിപ്സ് അടങ്ങിയിട്ടുള്ള ലാസ്റ്റ് പേജസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുകയും റിഫ്രഷ് ചെയ്യുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. കിട്ടിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ എത്രയും വേഗം ആവശ്യപ്പെട്ട ഫോണിലെ നമ്പറിലോ അല്ലെങ്കിൽ ഓൺലൈനായോ വെബ്സൈറ്റിലൂടെ ഒക്കെ നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാൻ കഴിയും. അതിൻ്റെ ബുക്ക് ലഭ്യമാണ്. എന്ന് വെച്ചാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഐപാഡിലോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലോ കമ്പ്യൂട്ടറിലോ വേഗത്തിൽ തന്നെ പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലുള്ള ബുക്ക് ലഭ്യമാണ്. അതിനും വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.